ബി.ജെ.പി. രാജ്യത്തെ സംവരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ബി.ജെ.പി. വിജയിച്ചാൽ SC, ST, OBC സംവരണം ഇല്ലാതാക്കും. അമിത്ഷായ്ക്കൊപ്പം വളർന്ന നേതാക്കളെ നരേന്ദ്രമോദി ഒതുക്കി. ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. इन लोगों की पूरी तैयारी है. अगर ये लोग जीत गए तो संविधान को बदल के SC, ST और OBC का रिजर्वेशन ख़त्म कर दिया जाएगा. और नंबर 4, जो आंकड़े अब देश भर से आ रहे हैं वो ये दिखा रहे हैं कि 4 जून को इंडिया गठबंधन की सरकार बनने जा रही है और NDA को और BJP को बहुत कम सीटें मिलने जा रही हैं. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, അഖിലേഷുമായി ചേർന്നുള്ള വാർത്താ സമ്മേളനം ബി.ജെ.പി. ആശയക്കുഴപ്പത്തിലാക്കിയ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു കേജ്രിവാൾ. ആത്മവിശ്വാസത്തോടെ ആണോ കേജ്രിവാളിന്റെ നീക്കങ്ങൾ? കേജ്രിവാൾ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ടോ? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പിന്തുണ അറിയിക്കുവാനാണ് അരവിന്ദ് കെജ്രിവാൾ അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം ഈ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയും ഉണ്ടായത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് 2 കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ ആവർത്തിച്ചതുപോലുള്ള ബി.ജെ.പിയിലെ വിരമിക്കൽ പ്രായം സംബന്ധിച്ചുള്ള കാര്യം, മറ്റൊന്ന് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നും ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഊന്നിപ്പറയുകയുണ്ടായി. ഇതിൽ പ്രധാനമായും പരിശോധിച്ചു കഴിഞ്ഞാൽ മോദി അമിത്ഷായ്ക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. ഈ ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് അധികാരത്തിൽ വന്ന് 3 മാസത്തിനുള്ളിൽ തന്നെ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റും. ബി.ജെ.പി. വിജയിച്ചാൽ SC, ST, OBC സംവരണം ഇത് ഇല്ലാതെയാക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ 400 സീറ്റുകൾ ആവശ്യപ്പെടുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മറ്റൊന്ന് ഈ പ്രായപരിധി സംബന്ധിച്ചുള്ള കാര്യമാണ്. 75 വയസ്സിന് മുകളിൽ വിരമിക്കൽ പ്രായം പാർട്ടിയിൽ കൊണ്ടുവന്നത് മോദിയാണ്. എന്നാൽ അത് അദ്ദേഹത്തിന് ബാധകമാണോ എന്നൊരു ചോദ്യം കേജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ആ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്വാനിയെയും അതുപോലെ മുരളി മനോഹർ ജോഷിയും വിരമിപ്പിച്ചത്. അത് മോദിയും അത് പാലിക്കുമെന്നാണ് താൻ കരുതുന്നത് എന്നാണ് കേജ്രിവാൾ പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് ബി.ജെ.പി. 250 സീറ്റിന് മുകളിൽ നേടില്ല. മാത്രമല്ല അമിത്ഷായ്ക്കൊപ്പം വളർന്ന നേതാക്കളെ ഒതുക്കുന്ന ഒരു രീതിയും കാണുകയുണ്ടായി. അതിന് ഉദാഹരണമായി പറഞ്ഞ പേരുകൾ ശിവരാജ് സിംഗ് ചൗഹാൻ, വസുന്ധര രാജെ തുടങ്ങിയ പേരുകളാണ് അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. ഇവരെ പാർട്ടിയിൽ ഒതുക്കുന്ന രീതിയാണ് കാണാൻ കഴിയുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളും കേജ്രിവാൾ ആ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള ആത്മവിശ്വാസം കൂടി ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ കേജ്രിവാൾ പ്രകടിപ്പിച്ചു. ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്ന വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.